എം പ്രകാശൻ മാസ്റ്റർ നോക്കൂ, ശ്രീ കെ ജെ ജേക്കബ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വളരെ നിഷ്പക്ഷമായി കാണുന്ന ഒരാളാണ്. ഒരു ജനപക്ഷം ഉണ്ട് അദ്ദേഹത്തിന് എന്ന് തന്നെ കാണാം. കോൺഗ്രസിനോട് അദ്ദേഹത്തിന് ചിലപ്പോൾ അത് നന്നായി വരണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. അദ്ദേഹം അത് പലപ്പോഴും ആ രീതിയിൽ ചർച്ചകളിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ കാര്യത്തിൽ തന്നെ വി ഡി സതീശനും യു ഡി എഫും കോൺഗ്രസും ഒക്കെ എടുത്തിരിക്കുന്ന കാര്യങ്ങളെ ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങളാണെന്ന് അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നു, മുൻകാല പ്രസ്താവനകളും ഒക്കെ എടുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. പക്ഷേ അപ്പോഴും ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല വി ഡി സതീശനൊക്കെ. അവർ ഈ പറയുന്ന കാര്യങ്ങൾ ഫ്രീ ബീസ് വെച്ചും കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് യോജിച്ച രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ കൂടി ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് നേരത്തെ ശ്രീ കെ ജെ ജേക്കബ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഭരണവും ചെയ്യുന്ന കാര്യങ്ങളും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും വോട്ടും തമ്മിൽ ഒരുപോലെ കാണാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട് അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തുള്ള ഒരു പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ CPIM ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജനങ്ങളോടുള്ള സംഭാഷണങ്ങളിൽ അതേതെങ്കിലും തരത്തിൽ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ പരിഷ്കരിക്കാൻ ഉള്ള വക നൽകുന്നുണ്ടോ? ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് UDF സംബന്ധിച്ച് വോട്ട് നേടാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഭരണമെന്നാൽ തന്നെ ജനസേവനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പറയുന്ന പ്രകടന പത്രിക വെറുതെ ഇറക്കി മുന്നോട്ട് പോകല്ല. ഇന്ത്യയുടെയോ കേരളത്തിൻ്റെയോ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് UDF ഏതെങ്കിലും ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? LDF കഴിഞ്ഞ 2 ഗവൺമെൻറ്റുകളും പറഞ്ഞ കാര്യങ്ങളിൽ ഓരോ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ആരംഭിച്ചു, ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു ചരിത്രം കോൺഗ്രസിനെ സംബന്ധിച്ച് എവിടെയുമില്ല, കേരളത്തിലുമില്ല. എത്രയെത്ര വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുയാത്ര ആരംഭിക്കുന്ന സമയത്ത് എന്താണ് കോൺഗ്രസ് പറഞ്ഞു വന്നത്? എന്തോ ഒരു മഹാകാര്യം കേരളത്തെ മാറ്റിമറിക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്നു എന്നല്ലേ. ഇതിപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യവുമില്ലാതെയാണല്ലോ വന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ നാട്ടുപുറത്തെല്ലാം ഒരു ചൊല്ലുണ്ട്, അത് മുട്ട കൊടുക്കാത്ത പാത്തുവാണ് കോയിനെ കൊടുക്കുന്നത്. ഇവിടെ UDF ഭരണത്തെ കൃത്യമായ നിലയ്ക്ക് തന്നെ ആളുകൾക്ക് അറിയാലോ. കഴിഞ്ഞ 5 കൊല്ലം 2011 മുതൽ 16 വരെയുള്ള UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെച്ച വാഗ്ദാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാത്തവരാണോ മലയാളി? മലയോര ഹൈവേ പൂർത്തീകരിക്കും അന്ന് പറഞ്ഞല്ലേ വാഗ്ദാനം, ഒന്നും ചെയ്തില്ലല്ലോ. തീരദേശത്തെ എല്ലാ കുടുംബങ്ങൾക്കും വീട്, ഒരു കാര്യവും ചെയ്യാനുണ്ടായില്ലല്ലോ. വൻതോതിൽ മൂലധന നിക്ഷേപം. കേരളം ഇത്രമാത്രം പുറകോട്ടേക്ക് പോയൊരു കാലം UDF ഗവൺമെൻറ്റിൻ്റെ കാലം പോലെ പറയുന്നുണ്ടോ? കേരളത്തെ സമ്പൂർണ്ണ ഭവന സംസ്ഥാനമാക്കും. നിർമ്മിച്ചെത്ര വീടാ? 3736 വീട് 5 കൊല്ലക്കാലം കൊണ്ട്. 5 ലക്ഷത്തിലേറെ വീടുകൾ നിർമ്മിച്ച് 1,17,874 വീടുകൾ നിർമ്മിച്ച ഒരു കേരളത്തിലെ ഗവൺമെൻറ് നിൽക്കുമ്പോഴാണ് അവർ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വാഗ്ദാനങ്ങൾ വെക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്കറിയാലോ, സ്കൂളുകളിൽ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട നില എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? പരമദരിദ്ര കുടുംബങ്ങളെല്ലാം സർക്കാർ ദത്തെടുക്കും പറഞ്ഞല്ലോ 2011. ഇവിടെ ഒരാളെ പോലും ദത്തെടുത്ത് മാറ്റിയോ? അവിടെയാണ് കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കി ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ രണ്ടാമത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയത് LDF ഗവൺമെൻറ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സംവിധാനമാണ്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനും LDF ജനപ്രീതിയുടെ അടിസ്ഥാനം എന്താ? അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നത് ചെയ്തിരിക്കും, ചെയ്യാൻ കഴിയുന്നതേ പറയൂ. അത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ മുണ്ടക്കൈ ദുരന്തം ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം കഴിഞ്ഞിട്ട് ഇത്രയും കാലത്തെ പ്രചരണം എന്താ കോൺഗ്രസിൻ്റെ? ഒരു വീട് പോലും എടുത്തില്ല, ഒന്നും ചെയ്തില്ല. അതിനൊന്ന് സഹായിക്കാൻ ഒരു നിലക്ക് മുന്നോട്ടേക്ക് വന്നവരല്ലോ കോൺഗ്രസ്സുകാർ. പക്ഷേ ഇവിടെ ലോകത്തിനാകെ മാതൃകയായിട്ട് വീട് വെച്ചു കൊടുക്കല്ല, ഒരു പുതിയ ടൗൺഷിപ്പ് ഉണ്ടാവുകയാണ്. 178 കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായിട്ട് ജീവിതവും തിരിച്ചു കൊടുത്തൊരു ഗവൺമെൻറ്. അതല്ലേ കേരളത്തിലെ ഗവൺമെൻറ്? ഈ കേരളത്തിൽ ഏത് രംഗത്താണ് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന കാര്യം? ആ മുന്നേറ്റമാവട്ടെ താൽക്കാലികമല്ല, ദീർഘവീക്ഷണത്തോടെ കേരളത്തെ കണ്ട് ഓരോ രംഗത്തും എങ്ങനെയാണ് അടിസ്ഥാന വികസനം, ആ അടിസ്ഥാന വികസനം എങ്ങനെ സാധാരണക്കാരനെ ബാധിക്കും, അതല്ലേ LDF ഗവൺമെൻറ് പരിഗണിക്കുന്നത്. അങ്ങനെയായിരുന്നു UDF ഗവൺമെൻറ്റിൻ്റെ കാലം.
ഇവിടെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഭരണം ഉണ്ടായിരുന്നുവെന്ന് 11 മുതൽ 14 വരെ തോന്നിയിട്ടുണ്ടോ? ഇവിടെ പിന്നെ പരിപൂർണമായ പവർ കട്ട്, സ്കൂളുകൾ കുട്ടികൾക്ക് പോകാൻ വേണ്ടി കഴിയാത്ത അവസ്ഥ, വലിയ നിലക്കുള്ള വിലക്കയറ്റം, അതുപോലെ വീടെടുത്ത് കൊടുക്കാൻ സംവിധാനമില്ലായ്മ. ഈ കേരളത്തിൽ ഒരു വാഗ്ദാനവും നടപ്പിലാക്കുന്ന ഗവൺമെൻറ് ആയിരുന്നില്ലേ ആ ഗവൺമെൻറ്? എന്നിട്ട് ആ ഗവൺമെൻറ്റിന് ആളുകൾ പറയുകയാണ് ഞങ്ങൾ കേരളത്തെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും. ആര് വിശ്വസിക്കും? നിങ്ങൾ ഭരണകാലത്ത് നടത്തിയിരിക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ടാണല്ലോ ആളുകൾ വിശ്വസിക്കും. ഇപ്പോൾ 3000 രൂപ കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 2000 രൂപ ഇപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനെ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് കോൺഗ്രസിനുണ്ടോ? പറയട്ടെ അവർ. ഇവിടെ UDFൻ്റെ ഗവൺമെൻറ് ഈ 2000-ൽ അവരുടെ ഷെയർ എത്രയാണ്? 100 രൂപ. ആ 100 രൂപ കൊടുത്തു എന്ന് പറയാൻ അവർക്ക് സാധിക്കുമോ? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പ്രഖ്യാപിച്ചല്ലാതെ കൊടുത്തോ? ഇവിടെ 600-ൽ നിന്ന് 2000-ആക്കി വർദ്ധിപ്പിച്ച ഗവൺമെൻറ് നിൽക്കുമ്പോഴാണ് ഇവിടെ 18 മാസക്കാലം കുടിശ്ശിക. 18 മാസക്കാലം ഒരു പൈസയും കൊടുത്തിട്ടില്ല. 2000 ഉറുപ്പികയിൽ 1 ഉറുപ്പ്യ പോലും വർദ്ധിപ്പിച്ച് കൊടുത്തിട്ടില്ല. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ 3000 കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, മുട്ട കൊടുക്കാത്ത പാത്തുവാണ് കോഴിയെ കൊടുക്കുന്നത് എന്നൊരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഈ UDFൻ്റെ വാഗ്ദാനം കേൾക്കുമ്പോൾ അതാണ് അവർക്ക് തോന്നുക. ഇവിടെ എത്രമാത്രം ചെറിയ കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായ കേരളത്തിൻ്റെ വികസനത്തിന് പരിഹരിക്കേണ്ടത് എന്താ? തൊഴിലില്ലായ്മക്ക് പരിഹാരം ഉണ്ടാവണം. അതുപോലെ കേരളത്തിൻ്റെ ഇപ്പോൾ ധനമേഖലയെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, എന്താ കേരളത്തിൻ്റെ ധനമേഖല? ഇന്ന് നിങ്ങൾ പിന്നെ ഞാനിപ്പോൾ ശ്രീകുമാരോട് പറയുന്നത്, നിങ്ങൾ ഈ ചർച്ച കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട റവന്യൂ വരുമാനമുള്ള സ്റ്റേറ്റ് ഏത്? അപ്പോൾ ഗൂഗിൾ പറഞ്ഞു തരും. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും മികച്ച റവന്യൂ വരുമാന വളർച്ച കേരളത്തിലാണ്. 23-24%. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് റവന്യൂ കമ്മിയുള്ള സ്റ്റേറ്റ് ഏത്? കേരളം. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ധനക്കമ്മിയുള്ള സ്റ്റേറ്റ് ഏത്? 5 സ്റ്റേറ്റുകളിൽ കേരളം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കടത്തിൻ്റെ കാര്യം എന്താ നില? ഇന്ത്യ രാജ്യത്തുള്ള സംസ്ഥാനങ്ങളുടെ മൊത്തം GST ഇവിടെ കടത്തിൻ്റെ പേഴ്സൺ എത്രയാ? പരിശോധിച്ച് നോക്കണം. ശ്രീകുമാറിന് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ധാരണയുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പരിശോധിച്ചേക്കണം. 57% ആണ് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ ആകെ വാങ്ങുന്ന കടം. GST ഇവിടെ 57% ആണ്. കേരളത്തിലോ 37%. കേന്ദ്ര ഗവൺമെൻറ് കടം എത്രയാ? മൊത്തം GDP 67%. ധനകാര്യ മാനേജ്മെൻറ്റിൽ കേരളത്തെ പോലെ മുന്നേറിയ മറ്റൊരു സ്റ്റേറ്റ് ഇല്ല. നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ് പിന്നെ പറയട്ടെ, നിങ്ങൾ കേരളത്തെക്കാൾ മെച്ചപ്പെട്ട റവന്യൂ കമ്മി, ധനക്കമ്മി, കടം, റവന്യൂ വരുമാനം, ഇതാണല്ലോ സാമ്പത്തിക കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 അടിസ്ഥാന കാര്യങ്ങൾ. കേരളത്തെക്കാൾ മെച്ചപ്പെട്ട ഒറ്റ സ്റ്റേറ്റിൻ്റെ പേര് പറഞ്ഞാൽ വെല്ലുവിളിക്കുകയാണ് ശ്രീകുമാറിനെ. ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ പറയട്ടെ. ഒരൊറ്റ സ്റ്റേറ്റും ഇല്ല. പിന്നെ കടം ഇരട്ടിയായിട്ടുണ്ട്. കടം ഇരട്ടിയാവും. എന്തുകൊണ്ട്? കടത്തെ സംബന്ധിച്ച് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് ഉണ്ട്. ആ ആക്ട് പറയുന്നത് എന്താ? ആ ആക്ട് പറയുന്നത് വരുമാനത്തിൻ്റെ 3-4% മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. വരുമാനം 1000 രൂപ ഉണ്ടപ്പോൾ 30 രൂപ കടമെടുത്തെങ്കിൽ വരുമാനം 5000 രൂപ ആകുമ്പോൾ പിന്നെ 1150 രൂപ കടമെടുക്കാം. 5 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അതുകൊണ്ട് കേരളത്തിൻ്റെ കടം ഇരട്ടിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ വരുമാനം ഇരട്ടിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കാണണം. ധനകാര്യ മാനേജ്മെൻറ്റ് ഇതുപോലെ മികച്ച മറ്റൊരു കാര്യമില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എല്ലാ കുടിശ്ശികയും കൊടുക്കാൻ തീരുമാനിച്ചല്ലോ LDFൻ്റെ ഗവൺമെൻറ്. പണമില്ലാത്തതുകൊണ്ടാണോ? കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ഞങ്ങളുടെ ധനാഗമ മാർഗങ്ങളെല്ലാം തടഞ്ഞു വെച്ചിട്ടും ആ ഒരു കേന്ദ്രത്തിൻ്റെ കൂടെ നിന്ന് BJP ഇവിടെ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ലീഗിൻ്റെ ആളുകളും എല്ലാം പരിശ്രമിച്ചിട്ടും ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? നടപ്പിലാക്കുന്നത് വെറുതെയല്ല, ധന മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തിക്കൊണ്ടാണ്, വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 5 കൊല്ലക്കാലം പരിശോധിക്കുമ്പോൾ ഓരോ കൊല്ലവും 22%, 23%, 24% അധിക വരുമാനം ഉണ്ടാക്കുന്നു കേരളം. ഇന്ത്യയിൽ അങ്ങനെ വേറൊരു സ്റ്റേറ്റ് ഇല്ല. കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റും ഇല്ല, BJP ഭരിക്കുന്ന സ്റ്റേറ്റും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ കേരളം എൻ്റെ സ്റ്റേറ്റാണ് എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരന് നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറയാൻ കഴിയില്ല. കാരണം അവൻ ഓർമ്മയുണ്ട് 11 മുതൽ 16 വരെയുള്ള ഇരുണ്ട കാലം. അവരുടെ മക്കളും അതുപോലെ നാട്ടുകാരും എല്ലാം അനുഭവിച്ച പ്രയാസത്തിൻ്റെ കാലം. വികസനത്തിൽ എന്തൊക്കെ വികസനം തന്നോ അക്കാലത്ത്? നിങ്ങൾ പറഞ്ഞല്ലോ മലയോര ഹൈവേ ഉണ്ടാക്കും, ഒന്നും ചെയ്തില്ലല്ലോ. തീരദേശ ഹൈവേ ഉണ്ടാക്കും, ഒന്നും ചെയ്തില്ലല്ലോ. ഇവിടെ വിഴിഞ്ഞ പോർട്ട് നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ പോയത്. എന്തു കാര്യം ചെയ്തുവെന്നാണ്? നിങ്ങൾ വികസനത്തിൻ്റെ വസന്തകാലം പിന്നീട് കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾ തീരുമാനിച്ചത് 50 പാലാണ്, ഇപ്പോൾ 200-ലേക്ക് കടക്കുകയാണ്. ഏത് രംഗത്താണ് ആ മുന്നേറ്റമില്ലാത്തത്? നിങ്ങൾ 1 കിലോമീറ്റർ പോയാൽ കേരളത്തിൽ LDF ഗവൺമെൻറ് നടത്തിയ വികസനം കാണാത്ത ഏത് പ്രദേശമുണ്ട്? ഏതെങ്കിലും ആരോഗ്യ സ്ഥാപനങ്ങൾ പഴയതുപോലെയുണ്ടോ? ഏതെങ്കിലും വിദ്യാലയങ്ങൾ പഴയതുപോലെയുണ്ടോ? ഏതെങ്കിലും ആതുര കേന്ദ്രങ്ങൾ പഴയതുപോലെയുണ്ടോ? ഏത് രംഗത്താണ് മെച്ചമില്ലാത്തത്? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, പിന്നിട്ട് പോയ 10 കൊല്ലക്കാലം ജനങ്ങളുടെ കൂടെ നിന്ന ഗവൺമെൻറ്റാണ്. വാഗ്ദാനങ്ങൾ പാലിക്കാൻ താല്പര്യപ്പെട്ട ഗവൺമെൻറ്റാണ്. വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ അത് നടപ്പാക്കാൻ താല്പര്യമുള്ള ഗവൺമെൻറ്റാണ്. അത് കൃത്യമായിട്ട് നടപ്പാക്കാനുള്ള പദ്ധതികൾ, അതിനുള്ള ധനാഗമ മാർഗം ഉൾപ്പെടെ കാണുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ജനപക്ഷ നിലപാട് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരമല്ലാത്തൊരു ഗവൺമെൻറ്റിനെ കേരളം സ്വീകരിക്കാൻ പോകുന്നില്ല. UDFൻ്റെ ഭരണത്തിന് ഇരുണ്ട കാലം തിരിച്ചു വരണമെന്ന് ഒരു കോൺഗ്രസ്സുകാരനും UDFുകാരനും ആഗ്രഹിക്കാൻ പോകുന്നില്ല എന്നുള്ളത്
തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.